ഞാൻ ഒരു പച്ചമാങ്ങ ഷേക്ക് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഈ 3 മാങ്ങയാണ്. ഇതിനി കുക്കറിലിട്ട് വേവിച്ച് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ പച്ചമാങ്ങ എടുക്കുമ്പോൾ നല്ലപോലെ വിളഞ്ഞ മാങ്ങ എടുക്കുന്നതാണ് നല്ലത്. പച്ചമാങ്ങ ഷേക്ക് തയ്യാറാക്കുമ്പോൾ ഇത് കുക്കറിലോട്ട് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത മാങ്ങ തൊലി കളഞ്ഞ് ഇതിൻ്റെ പൾപ്പ് മാറ്റിയെടുക്കാം. ഇതുപോലെ തൊലി കളഞ്ഞെടുത്ത മാങ്ങ ഇതുപോലെ അരിഞ്ഞ് നമുക്കതിന് മാറ്റി വയ്ക്കാം. ഇതിന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. അപ്പം മാങ്ങയെല്ലാം നമ്മളിത് അതിൻ്റെ അകത്ത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഫ്രീസറിൽ വെച്ച് മാങ്ങ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ലിറ്റർ പാലാണ് ഇതിനെടുക്കുന്നത്. അത് ഫ്രീസറിൽ വെച്ച് ഐസായി വരുന്ന പരുവത്തിനാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മളിതെല്ലാം മിക്സിയിലോട്ടാക്കുകയാണ്. ഇതിന് മിക്സിയിൽ അടിച്ചെടുക്കണം. പാല് കുറേശ്ശെ ഒഴിച്ച് അടിച്ചെടുക്കാം. അതിൻ്റെ അകത്ത് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം. ഇപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴീ ഷേക്ക് തയ്യാറാക്കാൻ ശ്രമിക്കുന്നവരോട് പറയേണ്ട ഒരു കാര്യം, 1 മാങ്ങ വെച്ചും ഷേക്ക് തയ്യാറാക്കാം. അപ്പോൾ 1 ഗ്ലാസ് പാലോ 3/4 ഗ്ലാസ് പാലോ 1 ഗ്ലാസ് 3/4 ഗ്ലാസ് അങ്ങനെ എടുത്താൽ മതി പാല്. അപ്പോൾ പഞ്ചസാരയും അത് കണക്കാക്കി 1 ടേബിൾ സ്പൂണോ അവരവരെ മധുരത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് വരാം. ഇതിപ്പോൾ 1 ഗ്ലാസ് പാലും പഞ്ചസാരയും ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇത് 1 ഗ്ലാസ് പാലൂടെ ചേർത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇടണമെങ്കിൽ കുറേ കൂടെ മധുരവും ഗ്ലാസ്സിൽ 1 ഗ്ലാസ് കൂടെ പകരാനും സാധനം കൂടുതൽ കിട്ടും. അത്രയും പറഞ്ഞാൽ മതിയല്ലേ. സാധനം ആളുള്ളവർക്ക് കൂടുതൽ കിട്ടും. ഇപ്പം ഞാനിത് പാലും പഞ്ചസാരയും കുറച്ചായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. പഴുത്ത മാങ്ങയുടെ ജ്യൂസ് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് വിളഞ്ഞ മാങ്ങ പച്ചമാങ്ങ വെച്ച് ഷേക്ക് തയ്യാറാക്കുന്നത്. അപ്പോഴെല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.